സ്വാമി എന്ത് പറയുന്നു നമ്മുടെ കുംഭമേളയെ? ഇതേപോലത്തെ സംഭവം ഇനി വീരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ ജനബാഹുല്യം കൊണ്ട്? ചെറുതായിട്ട് നോക്കുന്നത് ഗംഭീരമായി മാറി. ഓക്കെ, ഇതല്ലേ വേണ്ടത്. ഓക്കെ. ഞാൻ ഇത് മക്കൾക്ക് ഇത് ശരിക്കും പാടായിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. വീട്ടില് ഒരുപാട് ആളുകൾ ഇന്നും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നുണ്ട്. എന്താ അവരോട് പറയാനുള്ളത്? അവരോട് പറഞ്ഞ അവർക്ക് താല്പര്യം ഇറങ്ങി വരട്ടെ. നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരണ്ട, അവരെ നിർബന്ധിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. അവർ സ്വയം അവർക്ക് അറിയും ഇതെന്താന്നുള്ളത്. നാളെ ഇന്നലെ നാളെ അവരെ അറിയും. അറിയുമ്പോൾ അവര് തീർച്ചയായും വരും. നമ്മൾ പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. തമ്പുരാന്റേതായ മണ്ണിൽ വന്നിട്ട് മണ്ണിൽ നമ്മൾ ചെറിയ പുതുവായിട്ട് എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്ക് കളിച്ചു കൊടുക്കും. ഇതിനെതിരെ ഒരുപാട് ഭരണാധികാരികളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇന്നിപ്പോ എന്തായി? ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പോഴും. ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഞങ്ങൾ നടക്കുന്നത് തന്നെ പേടിച്ചിട്ടാണ്. നാളെ കൂടെ ബാക്കി കൂടെ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലായാലും എവിടെയായാലും പേടിച്ചിട്ടാണ് ജീവിക്കുന്ന വെച്ചാൽ ഞങ്ങളിട്ട് ഒഴിഞ്ഞു കൊടുത്തേക്കാണ്. എവിടെയായാലും ആരാ എന്തായാലും. പക്ഷെ നമുക്ക് ഇതിനുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പിന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ടിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. ഹിന്ദു ഉണർന്നു നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? ഉണർന്നാ ശരിക്കും ഞാൻ ഉണർന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനില്ല, കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഇനിയിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ നാളെ മുരുകന്റെ പൂയത്തിന്റെ പരിപാടി കൂടിയാണ്. നാളെ ഇതിനേക്കാളും ഡബിളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഇനി വരാൻ പോകുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ എനിക്കാരും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ സത്യം ഞാൻ പറയുന്നത്. ഭാരതപ്പുഴ അഴുക്കാക്കുമെന്നായിരുന്നു ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അല്ലെ? അഴുക്കായിട്ടുണ്ടോ? ഇന്നിപ്പോ ഇന്നത്തെ ആഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്ര ശിവസേനക്കാരും എല്ലാവരും ഇറങ്ങി എല്ലാം തൂത്തെല്ലാം കുപ്പിച്ചില്ലും ശവണം എടുത്തിട്ട് വൃത്തിയാക്കുന്നു. ഇവിടുത്തെ സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് മെച്ചമാണ്. മറ്റുള്ളവർക്ക് കാണുന്നത് കാശി കാണുന്നത് പോലെ അവിടെ ഇതുപോലെ ഒരാൾക്കും വെളിയിൽ കാണിക്കില്ല. അതേപോലെ ഇവിടെ അന്നൊന്നും ഇത് രാത്രി തന്നെ പറക്കും. ഒരു മാസം വേസ്റ്റ് കിടന്നാൽ അവർ മാറ്റി കൊണ്ടുപോയി അതെല്ലാം കാര്യമാക്കി വളരെ ജനത്തെ വരുന്നവർക്ക് പ്രയോജനകരമായ രീതിയിൽ സർക്കാരിനൊന്നും പറയാനൊക്കത്തില്ല. സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മക്കളും അച്ഛൻ്റെ അമ്മയുടെ മക്കളുമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിലും വളരെ ഭംഗിയായിട്ടുണ്ട്. കന്മഴ വന്നതുകൊണ്ട് വളരെ നല്ല നമ്മളോട് പെരുമാറും. അവർ ചെയ്യുന്നതും കാണുമ്പോൾ നമ്മളെ നെഞ്ച് ഇരിക്കുന്നുണ്ട്. നാളെ ഇതേപോലത്തെ മക്കള് വൈവട്ടെ ഹിന്ദുക്കള് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ തീവ്രവാദത്തിലൂടെ നോക്കി കണ്ടുകൊണ്ട് അതൊരു വർഗീയവൽക്കരിക്കാറുണ്ട്. അവസ്ഥ ഉണ്ടല്ലോ. അവസ്ഥ അതായത് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ പണ്ട് അത് ഇല്ലാത്തത് ഉണ്ടാക്കി വികസിപ്പിക്കാനുള്ളൂ. അത് അവസാനം അത് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കി അത് സത്യത്തിന്റെ പരിപാടി. സത്യം കൂടിയിട്ടത് ഇപ്പൊ പൊന്തി വരുന്നുണ്ട്. അത് ഇനിയും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുറക്കാൻ കിടക്കട്ടെ. സന്യാസിമാരെ കേരളത്തില് ഒരു പരിധി വരെ സന്യാസിമാരെ അംഗീകരിക്കാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വ്യത്യസ്ത രീതിയിലുള്ള സമുദായങ്ങളെ കൂട്ടുകയാണെങ്കിൽ തന്നെ മാറി വരുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു സ്വാമി? ഇന്നത്തെ ഒരു സന്തോഷമാണോ? എങ്ങനെയാണ്? സന്തോഷമായി സാർ. അതുപോലെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ അല്ലെ? ഇവിടെ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്? നമ്മൾ അതിൻ്റെതായിട്ടുള്ള വോളണ്ടിയേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവരോട് എവിടെയൊക്കെ വേണ്ട എങ്ങനെയൊക്കെ വേണ്ടത് പറഞ്ഞതുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്തൊരു ക്രൗഡ് കൂടുതൽ ഇപ്പൊ പോലീസ് ബാരിക്കേഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം ബാരിക്കേഡിങ് ഉണ്ടായില്ല, രണ്ടാമത് നമ്മൾ ബാരിക്കേഡിങ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പാലത്തിന്റെ കപ്പാസിറ്റി ആണെങ്കിൽ തന്നെ അവർ പറയുന്ന കപ്പാസിറ്റിയുടെ അത്ര നമ്മൾ കടത്തി വിടാറില്ല. കാരണം പാലത്തിന്റെ സേഫ്റ്റി കണക്ക് കൂട്ടിയിട്ട്. അപ്പൊ അതിന് നമ്മൾ വോളണ്ടിയേഴ്സിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. പോലീസുണ്ട്, അവർക്കുടെ സപ്പോർട്ട് ഉണ്ട്. ഈവൺ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞുള്ളൊരു ക്രൗഡ് ഉണ്ട്. ആദ്യം ഞങ്ങൾ ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്തു ക്രൗഡ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അത് ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറിൽ തീരുന്നുണ്ട്. അപ്പൊ അന്ന് വന്നിരുന്നത് 20,000, 30,000, 40,000 ആൾക്കാരാണെങ്കിൽ ഇന്നലെ വന്ന് 1.3 ആണ് എന്റെ എക്സ്പെക്ടേഷൻ. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് അതേഴ്സ്. അപ്പൊ ഈ 1.3 lakhs നമ്മൾ ഏതാണ്ട് ഒരു 1 hour 1.5 hour ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് പോലീസും സേവാഭാരതിയും എല്ലാം കൂടെ ചെയ്ത് ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള എഫിഷ്യൻസി. പിന്നെ ഈ സംഘാടകരാരും വളരെ എക്സ്പീരിയൻസ് ഇത്തരം ക്രൗഡിന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളവരല്ല. എല്ലാവരും ഒരു പുതിയ ഫീൽഡാണത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവാം. അതൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ നമുക്കൊരു പാഠമായിട്ട് നമ്മൾ പരിഹരിക്കും. അതുപോലെ ഇവിടെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ വരാനിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നമ്മളൊരു നിർദ്ദേശം എന്നുള്ള രീതി കൊടുക്കുകയാണെങ്കിൽ? ഇതിന് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടിയുടെ വിജയം എന്നുള്ളത് ഞങ്ങള് 5,000 മുതൽ 50,000 വരെ എന്നാണ് ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ കണക്കൂട്ടിയിരുന്നത്. അതെല്ലാം ആദ്യ ദിവസം തന്നെ ഞങ്ങളെ വെട്ടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ജനപ്രവാഹം നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ കേട്ടത്
മിനിയാന്ന് ഇവിടെ ഞങ്ങൾക്ക് ഒഫീഷ്യൽ വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയത് 3.5 ലക്ഷം എന്നാണ് കേട്ടത്. ഇന്നലെ അത് 4 കടന്നു വന്ന് കേട്ടു. അപ്പൊ ഇതേമാതിരി ഇതിപ്പോ ഉറുമ്പിന്റെ ഒരു കൂട്ടം മാതിരിയാണ്. ഉറുമ്പ് ഒരാൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ എങ്ങനെ പോകുന്നു അതുമാതിരിയാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇതൊരു ഭയങ്കര പ്രവാഹമാണ്. നമ്മളുടെ ഹിന്ദു സമൂഹം ഉണർന്നു എന്നുള്ളതിന് പരിപൂർണമായിട്ടുള്ള ഒരു തെളിവാണിത്. ഇതിന് നമ്മളുടെ വിജയം കണ്ടിരിക്കുന്നു. ഹിന്ദു സമൂഹം ഉറങ്ങിക്കിടന്ന ഹിന്ദു സമൂഹത്തെ ഉണർത്താൻ ഇന്ന് സ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള ജുന അഖാഡയ്ക്ക് സാധിച്ചുവെങ്കിൽ നാളെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. അത് സ്വാമിജിയെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇവിടുത്തെ ജനങ്ങൾ അതിന് പ്രാപ്തരാണ്. ഇത് വെറും തിരുവനന്തപുരം മുട്ടൂർ കാസർഗോഡ് വരെയല്ല, കന്യാകുമാരി ഇവിടേക്ക് കർണാടകം, ബാംഗ്ലൂർ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ വരുന്നുണ്ട്, കോയമ്പത്തൂരിൽ നിന്നെല്ലാം. ഇതൊരു മഹാവിജയമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ 1.5 മാസമായിട്ട് ഞങ്ങളുടെ അശ്രാന്ത പ്രവർത്തനമാണ് ഇതിനു വേണ്ടിയിട്ട്. ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി ഇതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ വിജയം കണ്ടതിൽ ഏറ്റവും അധികം ആത്മാഭിമാനം തോന്നുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മള് കേൾക്കാറുണ്ട്, അധർമ്മം വിളയാടുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ അവതാരം എടുക്കുന്നു കേട്ടിട്ടുണ്ട് അല്ലെ? ആനന്ദവന സ്വാമിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആ ഒരു പേരിൽ നമ്മൾ വിളിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല. ഇന്ന് ധർമ്മസ്ഥാപനത്തിനായിട്ട് നമുക്ക് വേണ്ടി അവതാരമെടുത്ത ഒരു മഹത് വ്യക്തിയാണ് ആനന്ദവന സ്വാമികൾ. അദ്ദേഹത്തിന് എന്നും കാല് തൊട്ട് വന്ദിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അത് ചെയ്യാറുണ്ട്. അദ്ദേഹത്തെ അനുഗ്രഹിക്കാറുണ്ട്. ആ അനുഗ്രഹത്തിന്റെ ഫലമാണ് ഇന്ന് ഈ നിൽക്കുന്ന ഈ ജനക്കൂട്ടവും ഇന്ന് ഈ കാണുന്ന തിരുനാവായത്താരുടെ അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒട്ടും പിന്നോട്ട് പോയില്ല. അടുത്ത വരും വർഷങ്ങളിൽ ഇത് കൊണ്ട് നടക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. ഏത് പ്രതിസന്ധിയും ഞങ്ങൾ തരണം ചെയ്യുന്നു. ഞങ്ങൾ ഇതോടുകൂടി സ്വാമിജിക്കും ഇവിടുത്തെ തിരുനാവായത്തേവർക്കും ഞങ്ങൾ വാക്ക് കൊടുക്കുന്നു. ഞങ്ങൾ നടത്തും. ഈ രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ചിട്ട് ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ട കാലം അല്ലെ? രാഷ്ട്രീയ ചിന്തകൾ ഇവിടെ നമ്മള് ഒരു തരത്തിലും ഒരു ആധാർ കാർഡോ ഒരു പാൻ കാർഡോ ചെക്ക് ചെയ്തിട്ടുള്ള ഒരാളെയും വരുത്തുന്നത്. രാഷ്ട്രീയക്കാർ ഒട്ടനവധി ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. BJPയുടെ ഒരു മുസ്ലിം നേതാവാണ് ഇവിടുത്തെ BJP വൈസ് പ്രസിഡന്റ് മലപ്പുറം. അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ജാതിയും വ്യവസ്ഥയും ഒന്നുമില്ല. കുറെ ആൾക്കാർ ഞങ്ങൾ മുസ്ലിം, ഞാൻ നാട്ടുകാരനാണ്, കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് മലപ്പുറത്തേക്ക് വരാമോ? ഞങ്ങൾ പറഞ്ഞു ഇവിടെ ജാതിയുമില്ല വ്യവസ്ഥയും, ഒരാളുടെ ആധാർ കാർഡോ ഒരാളുടെ പാൻ കാർഡോ ചെക്ക് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വിടുന്നത്. എല്ലാവർക്കും വരാം, ഇതിൽ പങ്കാളികളാവാം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഇവിടെ നാടാണ് നമ്മുടെ വിജയം. അപ്പൊ ഈ നാട്ടുകാരുടെ സഹകരണമാണ് നമ്മുടെ വിജയം. അതിൽ നമ്മൾ തീർച്ചയായും വിജയം കണ്ടിരിക്കുന്നു. ഇനിയും വരും ദിവസങ്ങൾ, ഇനിയും 3 ദിവസം കൂടിയുണ്ട്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ഇത് എന്തായാലും വൻ വിജയമാക്കി മാറ്റും. യാതൊരു സംശയം, നിസ്സംശയം പറയാം. കുംഭമേളയ്ക്ക് വന്നിട്ട് എന്താ പറയാ? കുംഭമേളയ്ക്ക് വന്നിട്ട് ഇപ്പൊ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്വാമിമാരെ ദർശനം ചെയ്യാൻ അത് ദർശനം ചെയ്തിട്ടില്ല. 250 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം വന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒന്നും നടക്കുന്ന സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് 3 വിഭാഗമാണുള്ളത് അല്ലെ? രാഷ്ട്രീയത്തിനനുസരിച്ചാണ്, ഇടത് വലത് BJP അല്ലെ? അപ്പൊ ഇന്നിപ്പോ ആ ഒരു ഏകീകരണം കാണുമ്പോ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. വന്ന് കാണാൻ പറ്റിയതില് വളരെ സന്തോഷം. ദൈവങ്ങളെയൊക്കെ തൊഴുന്നത് നല്ല ഒരു ഭാഗ്യമായിട്ട്. ഇനി വീട്ടിലിരിക്കുന്ന കുറെ ഹിന്ദുക്കൾ ഉണ്ട് അല്ലെ? നമ്മൾ അവരെ ജന്തുക്കൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ജന്തുക്കളോട് എന്താ പറയാനുള്ളത്? ഇത് നല്ലൊരു അവസരമായിരുന്നു. കാണാൻ പറ്റാതെ അവർക്ക് ഇത് നഷ്ടപ്പെട്ടു. കാരണം 257 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ എല്ലാ ജനങ്ങൾക്കും കാണാം, ഹിന്ദു മതത്തിന് എല്ലാ ജനങ്ങൾക്കും ഇപ്പം ജാതി ഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന മനസ്സ് നിറഞ്ഞിട്ട് നമുക്കൊരു പങ്കാളിത്തം നമ്മുടെ കൂടെ ഒരു ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു വേദിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി. പങ്കെടുക്കാത്തവർക്ക് അതൊരു വളരെ തീരാ നഷ്ടം എന്നേ പറയാൻ പറ്റും. ഇപ്പൊ ഭാരതപ്പുഴ അല്ലെ? ഭാരതാംബ നമ്മൾ പറയുന്ന പോലെ തന്നെ ഭാരതപ്പുഴയാണ്. നമ്മൾ കേരളപ്പുഴയല്ല ഇത്. ഈ ഭാരതപ്പുഴ വൃത്തിഹീനമാണോ? ഒരു മതമേലാധ്യക്ഷൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് പമ്പാ നദിയെ കുറിച്ചിട്ട്. ആണോ? മോശമാണോ? ഒരിക്കലും അല്ല. മോശമായൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. ഇത് നല്ലൊരു എന്താ പറയാ ദൈവിക സങ്കല്പമുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. ആ സ്ഥലം ആയതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ എല്ലാം സാധിച്ചത്. അതിൽ ഒരുപാട് താങ്ക്സ് ഗോഡ്. ഒരുപാട് പ്രകൃതിയോട് തന്നെ ഒരുപാട്. കോഴിക്കോട്. എന്താ പേര്? ഷീബ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ലക്ഷ്മിദാസ്. തൃശ്ശൂരിനാ വരുന്നത്. ഇനിയിപ്പോ മുങ്ങി കുളിച്ച് ആരതി കണ്ട് തൊഴുത് തുടങ്ങുന്നതാണ്. താങ്ക് യു അമ്മ. താങ്ക് യു.